ശ്രീ രംഗനാഥൻ, ഇവിടെ ഇപ്പോൾ എന്താണ് അങ്ങനെ മത്സരശേഷം പഹൽഗാം പരാമർശിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്നത് സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്. അതിനുശേഷം പാക് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ആ കളിക്കളത്തിൽ തിരിച്ചടി നേരിട്ടു. മത്സരം ഫലം അവർക്ക് എതിരായിരുന്നു. അതിനുശേഷമുള്ള ഇന്ത്യൻ താരങ്ങളുടെ നടപടി അവർക്ക് നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു. അതിനുശേഷം അതിനെതിരെ പ്രതികരിക്കാൻ അവർ തീരുമാനിച്ചു. മാച്ച് റഫറിക്കെതിരെ അവർ പരാതിപ്പെട്ടു. അതിലും അവരുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യമാണുള്ളത്. പാകിസ്ഥാന് എല്ലാം കൊണ്ടും നാണക്കേടായി മാറിയോ ഏഷ്യാകപ്പിലെ ആ മത്സരം? തീർച്ചയായിട്ടും ഒരു കാര്യം, കാരണം ഈ മത്സരം ഞാൻ ബഹിഷ്കരിച്ചിരുന്നു. കാരണം ഇന്ത്യ കളിക്കാൻ പോയത് തന്നെ എന്റെ വ്യക്തിപരമായിട്ടൊരു കാര്യമാണ്. എങ്കിലും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വളരെ കീനായിട്ട് ഫോളോ ചെയ്തിരുന്നു. എങ്കിലും ഇന്ത്യ ആദ്യം കളിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കളിച്ച സാഹചര്യത്തിൽ ഈ ഹസ്തദാനം എന്നുള്ളത് ഒരു നിയമത്തിലും പറയുന്നില്ല. അത് ഇന്ത്യ എടുത്തൊരു തീരുമാനം വളരെ ഗംഭീരമായിട്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പഹൽഗാം ഇൻസിഡന്റിന് ശേഷം ഇപ്പൊ ഇവർ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ പാകിസ്ഥാൻ ഇപ്പൊ വീരവാദം മുറക്കുന്നുണ്ട്. ഈ ഷാഹിദ് അഫ്രീദിനെ പോലെയുള്ള മുൻ കളിക്കാരനും നായകനും ഒക്കെ ആ യുദ്ധം ഉണ്ടായപ്പോഴും അതിനുശേഷവും ഇപ്പൊ ഈ കളിയുടെ ഇടയ്ക്ക് തന്നെ നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ വളരെ വളരെ മോശമായിരുന്നു. പക്ഷെ ഇന്ത്യ എടുത്ത തീരുമാനം ഹസ്തദാനം നൽകാതെ ടോസിന് ശേഷവും അതിനുശേഷം ഇന്ത്യ വളരെ ഗംഭീരമായിട്ട് ആ വിജയം നേടിയതിനു ശേഷം സൂര്യകുമാർ യാദവിന്റെ ആ ഒരു സംഭാഷണവും എല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ പാകിസ്ഥാന് ഒരു മറുപടി നൽകി എന്ന് വേണം പറയാൻ. അത് കളിയുടെയല്ല, അത് മാത്രമല്ല ആ ഒരു പ്രവൃത്തി അത് എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും അതിന് അർഹിക്കുന്നില്ല. ഈ കളിയായാലും ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് അവർ അർഹിക്കാത്ത ഒരു കാര്യങ്ങളില് ഇന്ത്യൻ ടീം എടുത്ത നിലപാട് അത് തീർത്തും BCCIയുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അവർ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ശ്രീ രംഗനാഥൻ, ഇപ്പോൾ BCCIയുടെ അനുമതി എന്ന് പറയുമ്പോൾ തന്നെ മറിച്ചുള്ള വേർഷനുകളുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കളിക്കാർ അതിന് സമ്മർദ്ദപ്പെട്ടോ, അങ്ങനെ ഒരു സമ്മർദ്ദം കളിക്കാരുടെ മുകളിൽ ഉണ്ടായോ എന്ന സംശയം ഉന്നയിക്കുന്നവരുമുണ്ട്. അല്ല, കളീനെ നയിപ്പിച്ച ആരാണ്? അത് സൂര്യകുമാർ യാദവാണ്, ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ. BCCI എടുത്ത നിലപാട് BCCIയുടെ മാനേജർ, അതായത് BCCIയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള മാനേജർ ടീമിനൊപ്പം ഉണ്ട്. അത് മാത്രമല്ല ഗൗതം ഗംഭീർ എന്നുള്ള പരിശീലകനുണ്ട്, ഒരു ടീം മാനേജ്മെന്റ് ഉണ്ട്. അവരെടുത്ത ഒരു തീരുമാനമാണ് ക്യാപ്റ്റനിലൂടെ അത് പുറത്തു വന്നത്. അത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കളിയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല, ഈ കളിച്ച എതിരാളികളാണ് നമുക്ക് മുഖ്യം. അപ്പൊ കളിച്ചത് തെറ്റ്, കളിച്ചതിന് ശേഷം ഇന്ത്യ വിജയിച്ചു. ആ വിജയത്തിന് നല്ലൊരു മറുപടി. അത് ഹസ്തദാനമല്ല, അത് ഈ 140 കോടി ജനങ്ങൾ കേൾക്കെ തന്നെ ഇന്ത്യൻ നായകൻ പറഞ്ഞതിന്റെ ആ ഒരു ഉൾക്കൊള്ളേണ്ട ആ ഒരു നിലപാട് അത് തീർത്തും നമുക്ക് പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളല്ല, അവര് ബോയ്ക്കോട്ട് ചെയ്യും അല്ലെങ്കിൽ നിയമം, ഇതെന്താണ്, എവിടെയാണ് ഈ റൂള് പറഞ്ഞിരിക്കുന്നത്? ഹസ്തദാനം നടത്തണം എന്ന് ഒരു റൂളും പറഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്ന് തന്നെ റൂള് പറയുന്നില്ല. കളി കഴിഞ്ഞു, മാന്യതയാണ്. തീർച്ചയായിട്ടും അവര് കളി ജയിച്ചതിന് ശേഷം സൂര്യകുമാർ യാദവ് വിന്നിംഗ് ഷോട്ട് അടിച്ചതിന് ശേഷം ശിവൻ ദുബെ ആയിട്ട് അവര് നടന്നു വന്ന ഒരു രംഗം അത് നമ്മുടെ മനസ്സിലുണ്ട്. അത് വിജയിച്ചതിന്റെ ഒരു ആഘോഷമാണ്. അതല്ലാതെ പാകിസ്ഥാൻ പ്ലേയേഴ്സിന് പോയിട്ട് വീണ്ടും ഹസ്തദാനം നടത്തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതൊന്നും ഒരു നിയമവും പറയുന്നില്ല. പിന്നെ ഈ പാകിസ്ഥാൻ പൈക്രോഫ്റ്റ് എന്നുള്ള മാച്ച് റഫറിനെ കളിക്ക് ഇനി മാറ്റണം. ഇതൊന്നും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഏഷ്യ കപ്പ് പാകിസ്ഥാൻ മാറി നിൽക്കുന്നു പറയും. അതെന്തുകൊണ്ടാണ്? അവർക്ക് കളിച്ച ജയിക്കാനുള്ള ഒരു കരുത്തില്ല. ഇപ്പൊ തന്നെ തോറ്റ ഒരു ടീമായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. ഈ ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധം ജയിച്ചപ്പോഴും പാകിസ്ഥാനില് ഷാഹിദ് അഫ്രീദിനെ പോലെയുള്ളവർ വിജയാഘോഷം നടത്തി. അപ്പൊ അതിലിപ്പോ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയുടെ 3 വിക്കറ്റ് നേടി, ഇതാണ് അവരുടെ ഒരു വിജയം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ നോക്കുന്നത്. എന്തായാലും ഈ കാര്യമൊന്നും ഒരിക്കലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ശരി, എന്തായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നത് നിയമാവലിയിൽ ഉൾപ്പെടുന്ന കാര്യമല്ല എന്നതാണ് BCCIയുടെ മാച്ച് റഫറി കൂടിയായ രംഗനാഥൻ അതിൽ കാണുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.